ടിപ്സും ട്രിക്സും എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്സിലും BT-യിലുണ്ട്, ഇൻക്ലൂഡിംഗ് റീഡിംഗ് FIB, റീഡിംഗ് റൈറ്റിംഗ് FIB. ടിപ്സും ട്രിക്സും കുറച്ചധികം കോൺഷ്യസ് പ്രാക്ടീസ് വഴി സ്പീക്കിംഗിൽ ഹയസ്റ്റ് ബാൻഡ് അടിച്ചെടുക്കാൻ പറ്റും. ടിപ്സും ട്രിക്സും കുറെ അധികം കോൺഷ്യസ് എഫേർട്ടും ഇട്ടാൽ റൈറ്റിംഗിലെ 2 ടാസ്ക് ആയിട്ടുള്ള സമ്മറൈസ് റിട്ടേൺ ടെക്സ്റ്റ്, എസ്സേ അല്ലെങ്കിൽ PT കോറർക്ക് ഇമെയിൽ, ഇത് ശരിയായി വരും. ലിസണിങ് കുറച്ച് ടിപ്സും ട്രിക്സും ഉണ്ട്. കുറെ അധികം പ്രാക്ടീസ് ചെയ്താൽ, കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്താൽ ലിസണിങ്ങും ശരിയായി വരും. പക്ഷെ റീഡിംഗ് റൈറ്റിംഗ് FIB ടിപ്സും ട്രിക്സും മാത്രം അറിഞ്ഞിട്ട് കുറെ അധികം പ്രാക്ടീസ് മാത്രം ചെയ്താൽ ശരിയാവത്തില്ല. ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറയുമ്പോൾ PT ഈസ് നോട്ട് ജോക്കിംഗ്. എത്രയൊക്കെ ടിപ്സും ട്രിക്സും അറിയാൻ നിങ്ങൾ എന്ത് കൊലകൊമ്പനാണെങ്കിൽ പോലും നിങ്ങൾ ഇംഗ്ലീഷ് സ്കിൽ ഓൺ പാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡ്യൂളിലെങ്കിലും ഡിസൈഡ് സ്കോർ കിട്ടത്തില്ല. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി അത് റീഡിങ്ങോ അല്ലെങ്കിൽ റൈറ്റിങ്ങോ ആയിരിക്കും. കാരണം റീഡിംഗ് FIB, റീഡിംഗ് റൈറ്റിംഗ് FIB രണ്ടുപേരും കൂടെ ചേർത്ത് റീഡിങ്ങിലോട്ടുള്ള പകുതിയിൽ കൂടുതൽ മാർക്ക് തരുന്നു. ആൻഡ് റൈറ്റിംഗിലോട്ടുള്ള ഒരു 25ഓളം മാർക്ക് തരുന്നത് റീഡിംഗ് റൈറ്റിംഗ് FIB ആണ്. സോ നിങ്ങൾ ഇംഗ്ലീഷ് ഓൺ പാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗിൽ നിങ്ങൾക്ക് ഡിസൈഡ് സ്കോർ കിട്ടത്തില്ല. ആൻഡ് മോസ്റ്റ്ലി ഇത് കാരണം റൈറ്റിംഗിലെ സ്കോറും താഴെ പോകും. ഓവർനൈറ്റ് സക്സസ് വരുന്ന ഒരു ചോദ്യമേ അല്ല റീഡിംഗ് റൈറ്റിംഗ് FIB, റീഡിംഗ് FIB. അത് കുറെ അധികം നാളുകളുടെ കോൺഷ്യസ് എഫേർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ കയറി വരത്തുള്ളൂ. റീഡിംഗ് FIB, റീഡിംഗ് റൈറ്റിംഗ് FIB വളരെ ഇലോബറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒരു വീഡിയോ കൊണ്ടെല്ലാം തീരത്തില്ല. പല അധികം വീഡിയോ സീരീസുകളായിട്ടായിരിക്കും നമ്മൾ ഈ റീഡിംഗ് FIB, റീഡിംഗ് റൈറ്റിംഗ് FIB ഡീൽ ചെയ്യുക.